നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് മറ്റൊരു റെസിപ്പിയുമായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് അതേസമയം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും എങ്ങനെ ഉണ്ടാക്കാം, ഒരേ മാവ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിൽ ഇതിനെടുക്കാം. ഇഡ്ഡലി റൈസ് ആയാലും കുഴപ്പമില്ല. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പും ഇതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. ഇതിൻ്റെ നേർ പകുതിയാണ് ഞാൻ ഉഴുന്ന് പരിപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങളും ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൻ്റെ തന്നെ നേർ പകുതി ഉഴുന്ന് പരിപ്പ് എടുത്താൽ മതി. ഉഴുന്ന് പരിപ്പ് എടുക്കുന്നത് അതേപോലെ തന്നെ ചോറ് എടുക്കുന്നതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. ഞാനിത് 4 മണിക്ക് അങ്ങനെയാണ് കേട്ടോ വെള്ളത്തിലിട്ടിരിക്കുന്നത്. മിനിമം ഒരു 4 മണിക്കൂർ, 3 മുതൽ 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കിടന്ന് നല്ലോണം കുതിർന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിതിന് രാത്രിയേ അരച്ചെടുക്കുള്ളൂ. ഇപ്പം രാത്രി ഒരു 10 മണിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അര ഗ്ലാസ് നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത് അതേ സെയിം ഗ്ലാസിൻ്റെ അര ഗ്ലാസ് ചോറ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ അരിയും ഉഴുന്നും ചോറും കൂടെ മുങ്ങി നിൽക്കണം വെള്ളത്തിൽ. എന്നാലോ അതിൻ്റെ മുകളിൽ കാണാനും പാടില്ല. ആ ഒരു ടൈപ്പിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചരിച്ച് പിടിച്ചാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും. നമ്മൾ അതേസമയം ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒരിത്തിരി വെള്ളമേ നമുക്ക് ആ സ്പൂണിൽ കിട്ടുകയുള്ളൂ. ആ ഒരു ടൈപ്പിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തു വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മാവ്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. തരിയൊന്നും തീരെ ഇല്ല. നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കണം. ഇത് രാത്രി കിടന്നിട്ട് ഇത് കുറച്ചുകൂടെ പൊങ്ങി വരാൻ തുടങ്ങും രാവിലെ ആകുമ്പോഴേക്കും. ഇത് നമുക്കിത് മൂടി വെച്ചിട്ട് നാളെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7:30 മണിയായപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. കണ്ടോ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്കിതിൽ ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ദോശയാണെങ്കിൽ ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ രണ്ടും ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്കിനി ദോശയൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇരുമ്പിൻ്റെ ആ ദോശക്കല്ലില്ലേ, അതിലാണെങ്കിൽ നന്നായിട്ട് നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. നല്ലോണം മൊരിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ കട്ടി കുറച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. എന്നാൽ നല്ലോണം മൊരിഞ്ഞ് കിട്ടും നമുക്ക്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെ. ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെയുണ്ട് നോക്കാം. ഇഡ്ഡലി കണ്ടോ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് ഒന്ന് ഇഡ്ഡലി എടുത്ത് നോക്കാം ഇതിൽ നിന്ന് എങ്ങനെയുണ്ടെന്ന്.
ശരിക്കും ഇത് കത്തി കൊണ്ട് ഇളക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തി കൊണ്ട് സൈഡൊന്ന് വിടുവിച്ചെടുക്കുന്നത്. കണ്ടോ, അടിഭാഗവും മുകളിലെ ഭാഗവും നല്ലോണം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചില മാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അതിൻ്റെ ഉഴുന്നോ അല്ലെങ്കിൽ ചോറ് എടുത്തതോ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വന്നാൽ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് വിട്ട് കിട്ടില്ല. അതിൻ്റെ അടിഭാഗം നമുക്ക് എന്താ പറയേണ്ടത്, ആകെ വൃത്തികേടായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് അടിഭാഗവും മുകൾ ഭാഗവും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. താങ്ക് യു.